9th സ്റ്റാൻഡേർഡിലെ പ്രിസം ചാപ്റ്ററിലെ 9th പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 203 തേർഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ക്വസ്റ്റൻ ഇങ്ങനെയാണ്: ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എ triangle with the sides 4 cm, 30 cm and 15 cm and its height is 25 cm. Calculate its lateral surface area and total surface area. ഓക്കെ, ഇപ്പോൾ ഒരു പ്രിസം ഉണ്ട്. പ്രിസത്തിൻ്റെ ബേസ് വന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് 4, 13 ആൻഡ് 15 ആണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കും ആ പ്രിസം വരുന്നുണ്ടാവുക. ഓക്കെ, യെസ്, ഏകദേശം ഇങ്ങനെ ആയിട്ട് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ്സ് എന്താണ്? 13, 4, 15 ആണ് വരുന്നത്. ഹൈറ്റ് 25 cm ആണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് കാൽക്കുലേറ്റ് ഇറ്റ്സ് ലാറ്ററൽ സർഫേസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫേസ് ഏരിയ. ലാറ്ററൽ സർഫേസ് ഏരിയയും ടോട്ടൽ സർഫേസ് ഏരിയ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ലാറ്ററൽ സർഫേസ് ഏരിയ എന്താ വരിക? നമുക്കറിയാം ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ലാറ്ററൽ സർഫേസ് ഏരിയ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസ് പെരിമീറ്റർ എന്താ? കാരണം ഇതാണ് ബേസ്, അതിൻ്റെ പെരിമീറ്റർ എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 4, 15, 13. അപ്പോൾ ബേസ് പെരിമീറ്റർ കിട്ടും. അതിന് ഹൈറ്റ് 25 ആണ്. ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 32 വരും. 32 × 25 800 cm² ആണ് ലാറ്ററൽ സർഫേസ് ഏരിയ വരിക. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ബേസ് ഏരിയ 2 തവണ ലാറ്ററൽ സർഫേസ് ഏരിയയുടെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടും. കാരണം ബേസ് ഒക്കെ ഉണ്ടാകും, മുകളിലും താഴെയും 2 ബേസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ ലാറ്ററലിൻ്റെ കൂടെ ഈ 2 ബേസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടും. അപ്പോൾ ബേസ് ഏരിയ അതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഹെറോൺ ഫോർമുല യൂസ് ചെയ്യാം. റൂട്ട് ഓഫ് S × S - S - B S - C. എസ് എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്ററിൻ്റെ ഹാഫ് ആണ്. പെരിമീറ്ററൂടെ 32 വരും. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 32 വരും. നേരത്തെ കണ്ടിട്ടുള്ള 32 ഉണ്ട്. അതിൻ്റെ ഹാഫ് എടുക്കുക 16. ഓക്കെ, അപ്പോൾ S 16 വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16 S - A 60 - 4 ABC എന്ന് പറയുന്ന സൈഡ്സ് ആണല്ലോ. ഓക്കെ, അപ്പോൾ 16 - 4 16 - 13 ആൻഡ് 60 - 15. അപ്പോൾ എന്ത് വരും? 16. 16 - 4 എന്ന് പറയുമ്പോൾ 12. 16 - 3 എന്ന് പറയുമ്പോൾ 3. 16 - 5 15 പറയുമ്പോൾ 1. അപ്പോൾ 16, 12, 3 and 1 വരും. 16 അവിടെ കിടന്നു. അപ്പോൾ ഞാൻ ഈ 12 and 3 എന്ത് വരും? 36 ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് വരും? റൂട്ട് 16 ഇൻറ്റു 36 വരും. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? റൂട്ട് 16 ഇൻറ്റു റൂട്ട് 36 എഴുതാം. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. റൂട്ട് 36 പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 × 4 24 cm² വരും. ഓക്കെ, അപ്പോൾ ബേസ് ഏരിയ കിട്ടി. നമുക്ക് എത്ര ബേസ് ഉണ്ട്? 2 ബേസ് ഉണ്ട്, മുകളിലും താഴെ. എന്ത് ചെയ്യാം? ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടാൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ട് ലാറ്ററൽ സർഫേസ് ഏരിയയുടെ കൂടെ എന്ത് ചെയ്താൽ മതി? ലാറ്ററിൻ്റെ കൂടെ 2 ബേസ് ഏരിയ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 848 cm² കിട്ടും. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ. ഓക്കെ, താങ്ക് യു. ബാക്കി പ്രോബ്ലംസൊക്കെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാൽ ആൻസർ കിട്ടാം. ഓക്കെ, താങ്ക് യു.